ഓക്കെ. ഈ ഗെറ്റിന്റെ ഇത് മീനിങ് മലയാളത്തിൽ എഴുതിയ കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. സോ അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങൾ ഈ ഗെറ്റ് വെച്ചുള്ള ഗെറ്റ് അവേ, ഗെറ്റ് ഓഫ് അതുപോലുള്ള ഇതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ എഴുതിയിട്ടുള്ള വാക്കുകളും അതിന്റെ മീനിങ്ങും ഒന്ന് പറഞ്ഞ് ഓരോരുത്തരും ഓരോന്ന് പറയുക. ഫസ്റ്റ് ഇവിടെ ഗെറ്റ് അവേ കൊടുത്തിട്ടുണ്ട്, എസ്കേപ്പ്. അത് കഴിഞ്ഞിട്ട് പുറത്തു വിടുക. എന്താ? ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട്. ഓക്കെ. അടുത്ത വേറെ ഗെറ്റ് അലോങ്. ആരാ പറഞ്ഞേ? വൈഷ്ണവി അല്ലേ? ഓ, വൈഷ്ണവിയുടെ വീഡിയോ ഓഫ് ആണല്ലേ? അത് സാർ. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഏതാ പറഞ്ഞ? ഗെറ്റ് അലോങ്. ഗെറ്റ് അലോങ് മീനിങ് എന്താ? കൂടെ പോവുക, അങ്ങനെ പറയും. കൂടെ. ഓക്കെ ഓക്കെ, അതായത് ഗെറ്റ് അലോങ് എന്ന് പറയുമ്പോൾ എന്താ മീനിങ്? ഫ്രണ്ട്ലി. ഫ്രണ്ട്ലി എന്നുള്ള ആ ഒരു മീനിങ് അറിയാം. അല്ലെങ്കിൽ എഗ്രി. ഗെറ്റ് റൗണ്ട്. ഓക്കെ, അടുത്ത ആരാ പറഞ്ഞേ? ഞാൻ സാർ. ഗെറ്റ് റൗണ്ട്. നിന്റെ വീഡിയോ ആണ് ഞാൻ ഇവിടെ. എല്ലാരും മ്യൂട്ട് ചെയ്ത്. ഓക്കെ, ഇനി ബ്രഹ്മൻ മാത്രം അൺമ്യൂട്ട് ചെയ്ത് എന്നിട്ട് പറയും. ഗെറ്റ് റൗണ്ട്, ഒഴിഞ്ഞു മാറുക. ഗെറ്റ് റൗണ്ട്, ഒഴിഞ്ഞു മാറുക. ഗെറ്റ് റൗണ്ട്. ഓക്കെ, അടുത്ത വേറെ. അടുത്ത ആള് ഗെറ്റ് അപ്പ്. എന്താ മീനിങ്? റൈസ് ഫ്രം ബെഡ്. ഞാൻ കേട്ട ബ്രെഡ് എന്നൊക്കെയാ. ബെഡ്. റൈസ് ഫ്രം ബെഡ്, അത് രാവിലെ എണീക്കുക, അത് തന്നെ. അടുത്ത വേറെ. എസ്പി. ഗെറ്റ് ബാക്ക്. ഗെറ്റ് ബാക്ക് എന്താ മീനിങ്? തിരികെ പോവുക. ഓക്കെ, തിരികെ പോവുക. ഓക്കെ, തിരിച്ചെത്തുക. ഓക്കെ, റൈറ്റ്. അടുത്ത ഗെറ്റ് ത്രൂ വരൂ. ഗെറ്റ് ത്രൂ എന്താ മീനിങ്? വരും. എന്താ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഗെറ്റ് ത്രൂ. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നത്. എന്താടാ? ഗെറ്റ് റൈഡ്. ഗെറ്റ് റൈഡ് മീനിങ് എന്താ? ഒഴിവാക്കുക. ഓക്കെ, അപ്പൊ ഈ ഗെറ്റ് ത്രൂവിൻ്റെത് നമ്മൾ ഒരു കാര്യം ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഗെറ്റ് ത്രൂ എന്ന് പറയും. ഗോഡ് ത്രൂ എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, വേറെ. ഗെറ്റ് ലോസ്റ്റ്. ഗെറ്റ് ലോസ്റ്റ്, അത് എന്റെ അടുത്ത് പറഞ്ഞാണോ? അല്ല മീനിങ്. ഒരാള് പറയട്ടടാ, അവിടെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോ. മീനിങ് എന്താ? പോയി തുലയൂ. അതിനെ അങ്ങനെ പറയാനായിട്ട് പറ്റുമൊന്നുമല്ല. കാര്യം അത് ലോസ്റ്റ് ഒക്കെ, അപ്പൊ അത് സെയിം മീനിങ് വരുന്നുണ്ട്. കുഴപ്പമില്ല. വേറെ. ശരി, ഒരു കാര്യം ചെയ്യും. ഇവിടെ ക്വസ്റ്റ്യൻ 6Bയില് 5Bയില് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ടൈം ഡു യു ഡാഷ് ഇൻ ദ മോർണിംഗ്? ആർഷ പറയും. അൺമ്യൂട്ട്. Get up in the morning. Right. അടുത്ത. The security sounded the alarm and the robbers were not able to dash from the place. സെക്യൂരിറ്റി വളഞ്ഞു, പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല എന്നാണ്. അപ്പൊ അവിടെ എന്ത് വരും? ഏതാ? ഗെറ്റ് എവേ. കാര്യം എസ്കേപ്പ് എന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. he couldn't escape from that place. അതായത് he were not able to get away from that place. അടുത്ത. Good friends
dash with each other quite well. Amrita. Amrita, unmute ചെയ്തേ. വീഡിയോ ഓൺ ചെയ്തേ, അൺമ്യൂട്ട് ചെയ്തേ. അമൃത, അമൃത ഇല്ലേ അവിടെ? എസ് പി പറയടാ. എന്തൊരു സാർ? അല്ല, നീ ആകാശത്ത് നോക്കിയിരുന്ന ഞാൻ കണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ വിളിച്ചത്. നീ പറ, ഇത് ഏത് ക്വസ്റ്റ്യൻ ഞാനിപ്പോ ചോദിച്ചേ? മൂന്നാമത്തെ ആണോ? അപ്പൊ ആൻസർ പറഞ്ഞു. ഗുഡ് ഫ്രണ്ട്സ് ഡാഷ് വിത്ത് ഈച്ച് അതർ ക്വയറ്റ് വെൽ. അവർ നല്ല ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട്ലി ആണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്ലിക്ക് എന്ത് പറയും? എന്ത് പറയും? അശ്വിൻ പറഞ്ഞേ. സർ ഗെറ്റ് അലോങ് വരുമോ? ഗെറ്റ് അലോങ്, കറക്റ്റ്. അതായത് ഫ്രണ്ട്ലി ആയിരിക്കും എന്നുള്ള ആ ഒരു. അപ്പൊ ഗെറ്റ് അലോങ്. അടുത്ത 4. As soon as I know the results, I will dash to you. എന്ത് പറയും? As soon as I know the result, I will dash to you. ഞാൻ നിന്നോട് എനിക്ക് റിസൾട്ട് അറിയുന്ന സമയത്ത് ഞാൻ നിന്നെ അറിയിക്കാമെന്നോ അല്ലെങ്കിൽ നിന്നോട് പറയാം എന്നുള്ള ആ ഒരു മീനിങ് അവിടെ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വരും അവിടെ? ആർദ്ര പറഞ്ഞേ. ആർദ്ര അൺമ്യൂട്ട്. ആർദ്ര അറിയാവോ? അറിഞ്ഞൂടെ? പറയ്, സംസാരിക്കും. നിങ്ങൾ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാല് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ബ്രഹ്മൻ. സാർ Fourth question. As soon as I know the results, I will dash to you. വീഡിയോ ഓൺ ആക്കടാ ആദ്യം. വീഡിയോ Get back പോയോ സാർ? ഓക്കെ, നീ ഇനി വീഡിയോ ഓഫ് ചെയ്യരുതേ. ഓക്കെ, ഗെറ്റ് ബാക്ക് ടു യു. എടാ, ഞാനവിടെ തിരിച്ചു വരാമെന്നുള്ള ആ ഒരു ഇതല്ല, ഞാൻ നിന്നെ അറിയിക്കാം എന്നുള്ള ഒരു ഇതാ. അതായത് ഞാൻ നിന്റെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ അറിയിക്കാം എന്നുള്ള ഒരു ഇതാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? Get into. ഇല്ല, നടക്കില്ല. ഓണാ സാർ? ഏതാ? എന്താ പറഞ്ഞേ? കേട്ടില്ല. അല്ല, ഒന്നുമില്ല. ഗെറ്റ് സൂൺ വരുമോ സാർ? എന്താ ഗെറ്റ് സൂൺ ഇല്ലടാ. നമ്മളിവിടെ മീനിങ് പറഞ്ഞതാ. ഇവിടെ ആരാ പറഞ്ഞത് എനിക്ക് അറിയുള്ളൂ, പക്ഷെ നമ്മളിവിടെ മീനിങ് പറഞ്ഞതാ. ഗെറ്റ് ത്രൂ. ഗെറ്റ് ത്രൂ ആരാ പറഞ്ഞേ? ഞാൻ. ഇത്രയും നേരം നീ എവിടെ പോയിരുന്നു? ഗെറ്റ് ത്രൂ തന്നെയാ. അതായത് ഒന്നുകിൽ ഗെറ്റ് ത്രൂ നമുക്ക് പറയാം, അതുപോലെ തന്നെ ഗെറ്റ് അക്രോസും പറയാം. രണ്ടും പറയാം കേട്ടോ. ഗെറ്റ് ത്രൂ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ഗെറ്റ് അക്രോസ് എന്നും
എഴുതിയാലും കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് എക്സാമിന് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതുകൊണ്ട് പഠിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് തന്നെ ചെയ്യാൻ പറഞ്ഞത്. ഇത് ഉറപ്പായിട്ടും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കുമേ. Question number 7. Read the sentence from the story, The Song of Songs. Slowly, gently, the exhausted musician laid his tambura on the carpet. The tambura or tamburu is a musical instrument. അപ്പോൾ ഈ തമ്പുര എന്നൊക്കെ പറയുന്നതും എല്ലാം ഈ ഇൻസ്ട്രുമെന്റ്സിനെ പറയുന്നതാണ്. അപ്പോൾ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഗിവൻ ബിലോ. ഏതൊക്കെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇതിൽ ഉള്ളത് എന്ന് നോക്കുക. വയലിൻ, സാക്സോഫോൺ, ചെല്ലോ, ഗിറ്റാർ. ഇത് നിങ്ങൾ എങ്ങനെ വായിക്കും ഈ ഇൻസ്ട്രുമെന്റിനെ? എങ്ങനെ വായിക്കും? സാർ ഇതിന്റെ വാക്ക് വായിക്കുന്നത് അതോ ഇതിന്റെ പേജ് വായിക്കുന്നത്? വയലിൻ. വയലിൻ. അടുത്ത് സാക്സോഫോൺ, ചെല്ലോ, ഗിറ്റാർ, ട്രംപറ്റ്, പിയാനോ, ഫ്ലൂട്ട്. സാക്സോഫോൺ കഴിഞ്ഞിട്ട് പറഞ്ഞേ സെല്ലോ. സെല്ലോ. വേറെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും വായിക്കോ? അനക്ക എങ്ങനെ വായിക്കും? എന്താ? സെലോ എന്നാണോ? സെലോ എന്നാണോ പറഞ്ഞേ? ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, എങ്ങനെയാ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞ വൈഷ്ണവി. സെലോ എന്നാണോ? സെലോ. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞുതരാം. വേറെ ഏതൊക്കെ രീതിയിൽ വായിക്കും? ആദിത്യൻ, നീ എങ്ങനെ വായിക്കും? യെല്ലോയോ? യെല്ലോയോ? ഓക്കെ. ഇത് അടുത്ത് അനക്ക അൺമ്യൂട്ട് ചെയ്തേ. സെല്ലോ. സെല്ലോ. ഓക്കെ. ബ്രഹ്മൻ? ഞാൻ വയലിൻ എന്ന് പറയും സാർ. എടേ, നീ അതിനെ കയറി വയലിൻ എന്ന് പറയോ? അപ്പൊ നീ വയലിന് എന്ത് പറയും? വയലിൻ എന്ന് പറയും. അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഒന്ന് വായിച്ചല്ല. ആദ്യത്തെ 4 എണ്ണം, മോളിൽ കൊടുത്തിരിക്കുന്ന 4 എണ്ണം ഒന്ന് വായിച്ചേ. അൺമ്യൂട്ട്. വയലിൻ, സാക്സോഫോൺ, പിന്നെ സെല്ലോ, ഗിറ്റാർ. ഓക്കെ. ആർഷ എന്ത് വായിക്കും? ആർഷ അൺമ്യൂട്ട് ചെയ്തേ. സെല്ലോ. സെല്ലോ. ഓക്കെ. ആക്ച്വലി ഇത് വായിക്കേണ്ടത് ചെല്ലോ എന്നാണ്. അതായത് CHELLO എന്ന് നമ്മൾ എന്ത് വായിക്കോ അങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്. ചെല്ലോ കേട്ടോ. ഏതണോ? അല്ല, നീ ഇത് സ്പെല്ലിംഗ് ഒന്നും മാറ്റണ്ട. വായിക്കേണ്ട രീതി അവരെ സ്പെല്ലിംഗ് കറക്റ്റ് തന്നെയാ. പക്ഷെ നമ്മൾ വായിക്കുമ്പോ ഈ ഇൻസ്ട്രുമെന്റിനെ നമ്മൾ ചെല്ലോ എന്നാ പറയുന്നത് കേട്ടോ. സാർ ആർഷ എടുത്ത് ചോദിച്ചപ്പോ ഞാനും വിചാരിച്ചു ഇനി ചെല്ലോ. അത് കഴിഞ്ഞിട്ട് നിന്റെ അടുത്ത് ചോദിച്ചാൽ നീ എനിക്ക് പറയുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ ചോദിക്കാത്ത. മനസ്സിലായോ? ചുമ്മാടാ. നിനക്ക് അവിടെ ഇന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? എന്താ അറിഞ്ഞൂടാ. അത് ഇന്നലത്തെ പോലെ വരാതിരിക്കാൻ വേണ്ടി ഓഫ് ചെയ്ത് വെച്ചിട്ട് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് നോക്ക്. പറ്റിയില്ല എങ്കിൽ നീ ഓഫ് ചെയ്തോ കേട്ടോ. ഓക്കെ. ആദ്യത്തെ ദിലീപ് വീഡിയോ ഓൺ ചെയ്തേ. ആദിത്യ ദിലീപ് വീഡിയോ ഓൺ ചെയ്യുക. അവൻ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് എവിടെയോ പോയെന്ന് തോന്നുന്നു. എനിവേ, അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻ ഇതൊക്കെ ഉള്ളൂ. അപ്പോ വയലിൻ, സാക്സോഫോൺ, ചെല്ലോ, ഗിറ്റാർ, ട്രംപറ്റ്, പിയാനോ, ഫ്ലൂട്ട്. നമ്മുടെ ആർഷയൊക്കെ ഇത് എന്താ പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആർഷ വായിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാ? ആർഷ? ഗിറ്റാർ. വയലിനും ഗിറ്റാറും. ആർദ്ര അതുപോലെ തന്നെയാണോ? പിയാനോ മാത്രം. പിയാനോ. ഓക്കെ. ആർദ്ര പിയാനോ. ഇത് നമ്മുടെ ആർഷ വയലിനും ഗിറ്റാർ. കണ്ടോ? ഇത് കണ്ടോ? നമുക്ക് ഒരു മ്യൂസിക് ബാൻഡ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ വായിക്കാനുള്ള പിള്ളേരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്.
പാട്ട് പാടാൻ നമ്മുടെ അശ്വൻ, ജീവൻ അവരൊക്കെ ഉണ്ട്. ഇത് വായിക്കാൻ ഒരു ഇൻസ്ട്രുമെന്റ്സിന് ആർഷി ആർദ്രയൊക്കെ ഉണ്ട്. അടിപൊളിയല്ലേ? പാട്ടുപാടാരി അശ്വനും ജീവനും ഒക്കെ. ആ എന്താ വേണ്ടേ? വേണം. കമ്പോസർ. ഓക്കെ, വേർഡ് സ്റ്റഡി. കമ്പോസർ, എ പേഴ്സൺ ഹു റൈറ്റ്സ് മ്യൂസിക്. അപ്പൊ മ്യൂസിക് എഴുതുന്ന ആളിനെ നമുക്ക് കമ്പോസർ എന്ന് പറയാം. ബാൻഡ്, എ നമ്പർ ഓഫ് പീപ്പിൾ ഹു പ്ലേ മ്യൂസിക് ടുഗദർ. അപ്പൊ നമുക്ക് ഞാൻ പറയുന്നത് ഒരു മ്യൂസിക്കൽ ട്രൂപ്പ് അല്ലെങ്കിൽ ഒരു ബാൻഡ് എന്ന് പറയുമ്പോൾ അത് ആ ഒരു ടീമിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബാൻഡ് എന്ന് പറയാം. ലീഡ് സിംഗർ, ദ മെയിൻ സിംഗർ ഇൻ ദ ബാൻഡ്. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് നയിക്കാനായിട്ട് ഒരു മെയിൻ പാട്ടുകാരൻ നമുക്ക് കാണുമല്ലോ. ആ മെയിൻ പാട്ടുകാരനെ നമുക്ക് ലീഡ് സിംഗർ എന്ന് പറയാം. ഓർക്കസ്ട്ര, എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു പ്ലേ മ്യൂസിക് ടുഗദർ. അപ്പോൾ നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ്സും എല്ലാം നമ്മളപ്പോൾ പറയും ഇത് ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ചില നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കും, യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കും, നമുക്ക് അതിൽ കാണാൻ പറ്റും കുറേ പേര് ഒരുമിച്ച് വായിക്കുന്നതും എല്ലാം. അപ്പോൾ അതിനൊക്കെ നമുക്ക് ആ ഒരു ഓർക്കസ്ട്ര എന്ന് പറയാം. ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അതിനെല്ലാം കൂടെ ചേർത്ത്. അടുത്ത് കണ്ടക്ടർ. കണ്ടക്ടർ എന്ന് പറയുമ്പോൾ പേഴ്സൺ ഇൻ ദ ഓർക്കസ്ട്ര ഹു ഡയറക്ട്സ് ദ മ്യൂസീഷ്യൻസ്. ഈ പാട്ടൊക്കെ പഠിപ്പിക്കാനായിട്ട് കൊയർ മാസ്റ്റർ കാര്യങ്ങളൊക്കെ കാണുമല്ലോ, അതിനെ നമ്മൾ ആ പുള്ളിക്കാരനെ നമുക്ക് പറയാം കണ്ടക്ടർ എന്ന്. ഐഡന്റിഫൈ ദ പേഴ്സൺ ഹു പ്ലേസ് ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. അപ്പൊ ഈ വേർഡ് ഒക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കണം കേട്ടോ. എവിടെ കൂടെ എനിക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചോദിക്കാൻ തോന്നിയാലോ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒന്ന് പഠിച്ചൊക്കെ വെച്ചിരിക്കുക. ഐഡന്റിഫൈ ദ പേഴ്സൺ ഹു പ്ലേസ് ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. പിയാനോ. പിയാനോ വായിക്കുന്ന ആളെ എന്ത് പറയും? പിയാനിസ്റ്റ് എന്ന് പറയും. ഇനി അടുത്ത് വയലിൻ വായിക്കുന്ന ആളെ എന്തെന്ന് പറയും? വയലിനിസ്റ്റ് എന്ന് പറയും. വയലിനിസ്റ്റ് എന്ന് പറയും. ഓക്കെ, അടുത്ത് വേറൊരു ഇൻസ്ട്രുമെന്റിന്റെ പേര് പറഞ്ഞേ. ഗിറ്റാറിസ്റ്റ്. ഓക്കെ, അടുത്ത് വേറെ. സാക്സോഫോൺ. പിയാനോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാക്സോഫോൺ എന്ത് പറയും? സാക്സോഫോൺ ഓക്കെ, ഫ്ലൂട്ടിസ്റ്റ്. ഓക്കെ, അതൊക്കെ ഓക്കെ. ഇത് സാക്സോഫോൺ വായിക്കുന്ന ആൾ എന്ത് പറയും? എന്ത് പറയും? എസ് പി ആരാടാ 13 പോലും പറയാത്തത്? ഇവിടെ ഒളിച്ചേടി സാർ, ഇതൊക്കെ അടുത്ത് വന്നിരുന്ന് എണ്ണി കളിക്കണത്. ആ അതെ. അപ്പൊ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കണം, അല്ലെങ്കിൽ 13 14 ഇവിടെ കേൾക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ സാക്സോഫോൺ വായിക്കുന്ന ആളെ എന്ത് പറയും? എസ് പി പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. സാക്സോഫോണിസ്റ്റ്. അത്രേ ഉള്ളൂ, സിമ്പിൾ. അടുത്ത് ആർഷ. ഇത് ട്രംപറ്റ് വായിക്കുന്ന ആൾ എന്ത് പറയും? ആർഷ. ട്രംപറ്റിസ്റ്റ്. ഓക്കെ, അത് തെറ്റാ. ട്രംപറ്റിസ്റ്റ് എന്ന് പറയത്തില്ല, നമ്മൾ വേറൊരു പേരായിരിക്കും പറയാ. ആർക്കെങ്കിലും അറിയാവോ? ട്രംപിസ്റ്റ് അല്ല. ജീവൻ പറഞ്ഞു. ജീവൻ എന്താ പറഞ്ഞേ? ട്രംപിസ്റ്റ്. അല്ല. വേറെ ആരോ ഒരാൾ ഒരു ആൻസർ പറഞ്ഞായിരുന്നു, ആരാണെന്ന് അറിയത്തില്ല. ഓക്കെ, അല്ല, അശ്വിൻ ട്രംപിസ്റ്റ്. വാക്കുകൾ പറഞ്ഞില്ലായിരുന്നോ? അതിന്റെ ഇടയ്ക്കെല്ലാം പറഞ്ഞെന്തോ. ഓക്കെ, ബ്രഹ്മൻ ഇപ്പൊ പറഞ്ഞോ. എന്താ ആർഷ കേട്ടില്ല? ഒന്നുകൂടെ പറഞ്ഞേ. ട്രംപറ്റർ. കറക്റ്റ്, അത്രേ ഉള്ളൂ. ട്രംപറ്റർ. നമ്മൾ ബാക്കിയുള്ളതിനെല്ലാം ഇസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും, പക്ഷെ ട്രംപറ്റ് വായിക്കുന്ന ആൾക്ക് മാത്രമേ എർ കൊടുക്കും. ട്രംപറ്റർ. ഓക്കെ, അടുത്ത് ചെല്ലോ വായിക്കുന്ന ആൾക്കാരെയോ? എന്താ? ഇല്ല, ചെറിയ വ്യത്യാസമുണ്ട്.
അല്ല ചെല്ലിസ്റ്റ്. ആ ഓക്കെ. അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇനി ഇവിടെ വേറെ ഒന്നുമില്ല. ഓക്കെ, തബല വായിക്കുന്ന ആൾക്കാർ എന്ത് പറയും? തബലിസ്റ്റ്. തബ്ലിസ്റ്റ്. തബ്ലിസ്റ്റ്. ഓക്കെ. അപ്പോ അതൊക്കെ നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ. Complete the sentences using appropriate word. The first letter is given for you. ഹായ്, നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ നല്ല ക്വസ്റ്റ്യൻ. ഇതേപോലെ എനിക്കും കുറച്ച് ചോദിക്കണം. ഇത് ഞാന് ടെക്സ്റ്റിലുള്ളതൊന്നും ചോദിക്കില്ല കേട്ടോ. ഞാൻ പുറത്തുനിന്ന് എവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ച് നിങ്ങളെ SS കുറച്ച് നിങ്ങളെ വട്ടുപിടിപ്പിക്കുന്നത് പോലെ ഞാൻ ഇംഗ്ലീഷിന് കുറച്ച് വട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാം. പറ്റുമെന്നുണ്ടെങ്കിൽ സമയം കിട്ടുക. എന്താണ് ബ്രഹ്മൻ എന്താ പറഞ്ഞേ? സാറ് പുറത്തുനിന്ന് എടുക്കാൻ മിടുക്കനാണെന്നറിയാം. Okay. John and Tom play in a rock dash. B എന്തായിരിക്കും വരിക? John and ബാൻഡ് ആയിരിക്കും സാർ, ബാൻഡ്. സാർ ഉത്തരം പറഞ്ഞറിയാതെ തന്നെ. ഞാൻ ഡാഷ് എന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ കേട്ട്. സാർ ബാൻഡ്. ഞാനും കേട്ട ബാൻഡ് എന്ന് പറയണത്. അതാണ് ഞാൻ ബാൻഡ്. ഓക്കെ. അപ്പൊ ഒരവസ്ഥ എനിക്കും പറ്റും, സാരമില്ല. അടുത്ത് നോക്കാം. മൈ ഫ്രണ്ട് പ്ലേസ് ദ വയലിൻ ഇൻ ആൻ ഡാഷ്. പറഞ്ഞ അരുൺ പ്ലേസ് എ ഡാഷ് ഇൻ ദ റോക്ക് ഡാഷ്. ഗിറ്റാർ. ഗിറ്റാർ ഇൻ ദി റോക്ക് ബാൻഡ്. ഗിറ്റാർ ഇൻ ദ Rock band. Okay. അടുത്ത Canaries and his brother Aravind is a dash singer. ലീഡർ. ലെഡ് സിംഗർ. ലീഡ് സിംഗർ. Lead singer. Lead singer. Lead എന്ന് വെച്ചാൽ പാസ്റ്റ് ആണ്. Lead singer. Lead singer. Okay. Do you play any musical dash? Instrument. Okay. Tom is playing Tom is playing the guitar, but who is the keyboard dash? പിയാനോ. Pianist. ഇല്ല, തെറ്റാ. ആർഷ പറഞ്ഞേ. ആർഷ ആർദ്ര പറഞ്ഞു. Pianist. അല്ല, ഇത് കീബോർഡ്. അത് കഴിഞ്ഞിട്ട് പ്ലേ. ഇത് ഓക്കെ. ഇത് ആർദ്ര പറഞ്ഞേ. ആർദ്ര പ്ലെയർ ആണോ? ആരാ പറഞ്ഞു? വൈഷ്ണവിയാണോ? പ്ലെയർ ആണ് ആൻസർ. പക്ഷെ ആർദ്രയുടെ അടുത്തായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്. കുഴപ്പമില്ല, ആർദ്രയ്ക്ക് വേറെ പറയാൻ അവസരം ഉണ്ടാവും. പ്ലെയർ ആണ് കേട്ടോ ആൻസർ. കീബോർഡ് പ്ലെയർ. അടുത്ത 6. There are 5 in the band and they are all good dash. അവിടെ 5 പേരുണ്ട്, അവരെല്ലാരും ഡാഷ് ആണ്. ഗുഡ് ഡാഷ്. എന്തായിരിക്കും? പാവ ആർഷയ്ക്ക് ആർദ്രയ്ക്ക് കൊടുക്കണേ. എന്താടേ നീയും പറഞ്ഞല്ല. എന്താ ചക്കക്കൂട്ട കണ്ട ഈച്ചേനെ പോലെ. റെക്കോർഡാണ് ഇത്, സൂക്ഷിച്ചോ. ഓക്കെ. 7. ഇത് ആർഷ പറയും. ജെയിംസ് വാസ് ദ ഡാഷ് ഇൻ സെവറൽ ഓർക്കസ്ട്രാസ്. ആർഷ ആർദ്ര ആര് വേണോ പറഞ്ഞു. കാര്യം നിങ്ങൾ വീഡിയോ ഓൺ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ആരും ചോദിക്കണം. ആര് വേണോ പറഞ്ഞു. ആർഷ ആർദ്ര. വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? അവര് ഉദ്ദേശിച്ചത് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ ആർഷ ആർദ്ര? ഓക്കെ. ബാക്കിയുള്ളവര് ഏതെങ്കിലും ആൻസർ ഉണ്ടോ?
in several. കണ്ടക്ടേഴ്സ്. കണ്ടക്ടർ. യെസ് പറഞ്ഞു. ഇനി സാർ ആറാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് പറഞ്ഞു തരുമോ? കേട്ടില്ല. ആറാമത്തത് മ്യൂസീഷ്യൻ. സാർ കമ്പോസർ വരൂലേ? ഏതാ? കമ്പോസർ ഇൻ സെവറൽ ഓർക്കസ്ട്ര അല്ലേ? ഓർക്കസ്ട്ര എന്ന് പറയുമ്പോൾ അവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും അതൊക്കെയാ വരുന്നത്. അപ്പൊ അതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഒരാളെ വേണ്ടത്. അപ്പൊ ജെയിംസ് എന്ന് പറയുന്നത് അതിന്റെ കണ്ടക്ടറാണ് ഇൻ സെവറൽ ഓർക്കസ്ട്ര. കുറെ ഓർക്കസ്ട്രകൾ കണ്ടക്ട് ചെയ്യുന്ന ആളാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ആറാമത്തെ മ്യൂസീഷ്യൻസ്, അതായത് there are 5 in band, 5 പേരുണ്ട്. അപ്പൊ അതിൽ മ്യൂസീഷ്യൻസ്, അവരെല്ലാരും മ്യൂസീഷ്യൻസ് ആണ്. ഓക്കെ ആണല്ലോ? അടുത്തേക്ക് പോവാം. Akbar listens to Tansen every day. He thinks Tansen has the most wonderful voice in the whole world. But according to Tansen, there is someone who sings better than he does. Akbar inquires about the person. Tansen replies that it is his guru, Saint Haridas. Saint ആണ്. Akbar wants to listen to him. They go in search of the guru. When Tansen and the emperor reach his hut, they find him busy with his daily chores. The guru refuses to sing before Akbar. Tansen sings before the guru and make a deliberate mistake. Sangharidas corrects Tansen and sings the A raga. The melody of his voice spreads across the forest. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ സബ്ജക്ട് ഓഫ് ഈച്ച് സെന്റൻസ് ഇൻ ദ എബോവ് പാരഗ്രാഫ് ആൻഡ് റൈറ്റ് വെദർ ദേ ആർ സിംഗുലർ ഓർ പ്ലൂറൽ. അപ്പോ ഓരോ സെന്റൻസിലും അതിന്റെ സബ്ജക്ട് എഴുതുക. സബ്ജക്ട് എന്താണെന്ന് കണ്ടുപിടിക്കുക, എഴുതുക. എന്നിട്ട് അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ള കാര്യം എഴുതുക. അപ്പൊ ഫസ്റ്റ് സെന്റൻസിൽ ഏതായിരിക്കും? ഫസ്റ്റ് സെന്റൻസിൽ എന്തായാലും അക്ബർ ലിസൺ ടു ടാൻസൻ എവറി ഡേ. അപ്പോ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഏതാ? സിംഗുലർ. സിംഗുലർ. നിങ്ങൾ സംസാരിക്കുമ്പോൾ അൺമ്യൂട്ട് ആയതിനു ശേഷം സംസാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് അൺമ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പകുതി മാത്രമേ കേൾക്കത്തുള്ളൂ കേട്ടോ. ഇപ്പൊ അശ്വിൻ പറഞ്ഞപ്പോഴേ ഗുലർ എന്ന് മാത്രം കേട്ടു, ബാക്കി അതിന് മുമ്പുള്ള ഒന്നും കേട്ടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാരും. രണ്ടാമത്തത്, he thinks Tansen has the most wonderful voice in the whole world. അതിലെന്തായിരിക്കും? അതില് ഏതായിരിക്കും സബ്ജക്ട് എന്ന് പറയുന്നത്? ടാൻസൻ എടുക്കാം, ഹീ എടുക്കാം. ഓക്കെ, ഹീ അല്ലെങ്കിൽ ടാൻസൻ എടുക്കാം. ഓക്കെ, നമുക്കിപ്പോ ഹീ എടുക്കാന്ന് വെക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ്. റൈറ്റ്. അടുത്ത നെക്സ്റ്റ് സെന്റൻസിൽ ഏതെടുക്കാം? സർ ഏതാണ് സർ? ആ സിംഗുലർ ആണോ? സിംഗുലർ ഹീ അല്ലേ? ഹീ എന്ന് പറയുന്ന ഒരാളല്ലേ ഉള്ളൂ, ഒന്നിൽ കൂടുതലല്ലോ. അത് ഒന്ന് എഴുതണം. ടെക്സ്റ്റിൽ മാത്രമല്ല, നീ നോട്ടിലും എഴുതണം. ഇത് അതായത് സിംഗുലർ എന്ന് പറയുന്നത് അതായത് രണ്ടിലധികം ആൾക്കാർ ഉണ്ടെങ്കിൽ അത് പ്ലൂറൽ ആവും. ഒരാളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് സിംഗുലർ ആണ്. ഓക്കെ, അടുത്ത സെന്റൻസിൽ അതെങ്ങനെ എഴുതണം സാർ? ബോക്സ് ഒക്കെ വരച്ച് എഴുതണോ? ബോക്സ് ഒക്കെ വരച്ചോ? ബോക്സ് മാത്രം ഈ ക്വസ്റ്റ്യനും എല്ലാം എഴുതിക്കോ. പ്രത്യേകിച്ചും ബ്രഹ്മൻ ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻ എല്ലാം എഴുതണം. എന്തായാലും ഇത് ഓക്കെ, ബോക്സ് വരച്ച് എഴുതിയാൽ മതി കേട്ടോ. ജസ്റ്റ് എഴുതുക, സബ്ജക്ട് എഴുതുക, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, സബ്ജക്ട് എഴുതുക, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ള കാര്യം എഴുതിയാൽ മതി. ഇപ്പൊ അക്ബർ ഹൈഫൻ ഇട്ടിട്ട് സിംഗുലർ, അടുത്ത ദേ ഹൈഫൻ ഇട്ടിട്ട് പ്ലൂറൽ, അടുത്ത ഹി ഹൈഫൻ ഇട്ടിട്ട് സിംഗുലർ. ഈ രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത വാക്ക്, അടുത്ത സെന്റൻസിൽ അടുത്ത വാക്ക് ഏതാ? ടാൻസൻ എടുക്കാം. സിംഗുലറോ പ്ലൂറലോ? സിംഗുലർ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് സെന്റൻസ്.
അക്ബർ. പേഴ്സൺ. ഓക്കെ, അക്ബർ. അക്ബർ ആണെങ്കിൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ. അതുകൊണ്ട് അക്ബർ. ഓക്കെ, അക്ബർ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പൊ എഴുതിയത് നമ്മൾ റിപ്പീറ്റ് ചെയ്യണ്ട. അടുത്ത വേറെ ഏത് വരും? പേഴ്സൺ വരൂ. ഇല്ലടാ, ഇത് സബ്ജക്റ്റ് അല്ലേ, അല്ലെ ഹി ദേ അതുപോലുള്ള കേ വരത്തുള്ളൂ. അടുത്ത ഏതാ വരിക? ഗുരു. ഗുരു. പക്ഷെ അത് അവിടെ വരത്തില്ല, കാര്യം അതൊരു ഹിസ് ഗുരു. കാര്യം ടാൻസൺ നമ്മളിവിടെ ഇപ്പൊ നീ ഈ ഒരു സെന്റൻസിലല്ലേ പറഞ്ഞത്? SP ആണോ? ഈ സെന്റൻസിലാണോ? അപ്പൊ ഈ സെന്റൻസിലാണ് നമ്മൾ ഓൾറെഡി സബ്ജക്റ്റ് ആയിട്ട് ടാൻസൺ എടുത്തു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവിടെ ഗുരു വരത്തില്ല. അടുത്ത സെന്റൻസിൽ ഏത് വരും? ദേ ആണെങ്കിൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ. ഓക്കെ, അടുത്ത സർ ഹിസ് വരൂലേ? സോറി, വരത്തില്ല. ഇപ്പോ ഏകദേശം ഉള്ള ഇതെല്ലാം ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാ? മെലഡി വരൂ. ദ മെലഡി ആ സബ്ജക്റ്റ് ആയിട്ട് വരും. ദ മെലഡി ഓഫ് ഹിസ് വോയിസ്. അപ്പൊ ആ വോയിസിനെ നമ്മള് അതിനെ പുകഴ്ത്തിക്കൊണ്ട് അതിനെ ഇമ്പോർട്ടന്റ് ആക്കി കൊടുക്കുന്ന ഒരു വാക്കാണ് ദ മെലഡി വരും. അപ്പൊ ദ മെലഡി ആണെങ്കിൽ സിംഗുലർ ആയിരിക്കോ പ്ലൂറൽ ആയിരിക്കോ? ഏതായിരിക്കും? അതെന്തോട്ടാ പ്ലൂറൽ ആവുന്നേ? എടാ, അങ്ങനെ വരുമ്പോ ചെയ്യേണ്ടത് അറിയാവോ? അടുത്ത വാക്കുകളിലൂടെ ജസ്റ്റ് നോക്കുക. ദ മെലഡി ഓഫ് ഹിസ് വോയിസ്, ഒരാളുടെ വോയിസ്. അപ്പൊ അത് സിംഗുലർ ആയിട്ട് മാറും. അതായത് അടുത്തുള്ള വാക്കുകളിലൂടെ നോക്കുക. അപ്പോ ഓഫ് ഹിസ് വോയിസ്, അപ്പൊ അത് സിംഗുലർ ആയിട്ട് മാറും. കേട്ടോ? അപ്പൊ അത് നിങ്ങൾ നോട്ടില് എഴുതുക. അടുത്ത്, now identify the verbs from the passage and write whether they are singular or plural. ഇതില് verb നിങ്ങൾ എഴുതുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് verb ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ? verb ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പൊ വെർബൽ ഐഡന്റിഫൈ പറ്റുമെന്ന് അറിഞ്ഞൂടാ സാർ. പറ്റുമായിരിക്കും. എന്തോടെ പോണില്ലല്ലോ. അപ്പൊ വെർബ് ആയിട്ട് ഒരു ഫസ്റ്റ് സെന്റൻസിലെ ഒരു വെർബ് പറഞ്ഞേ. ലിസൺസ്. റൈറ്റ്. അടുത്ത വേറെ ഈ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അക്കോർഡിംഗ് വരൂ സർ. ഏതാ അക്കോർഡിംഗ് വരൂ? അക്കോർഡിംഗ് എന്ന് പറയുന്നത് ഇതല്ലേ, അതൊരു വെർബ് അല്ലല്ലോ. അക്കോർഡിംഗ് ടു അതൊരു കൺജങ്ഷൻ ആയിട്ട് എടുക്കാം. അപ്പൊ അതൊരിക്കലും നമുക്ക് വെർബ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. കാര്യം അവിടെ ഏതാ കുറച്ച് എന്താടാ? ഒരു സെക്കൻഡ്. എന്താ വൈഷ്ണവി? എടാ ബ്രഹ്മൻ എന്താ പറഞ്ഞേ? സ്ക്രീനിനെ കുറച്ച് താഴോട്ടാക്കും. മതി സാർ, മതി. അപ്പൊ സിൻസ് വരും. വൈഷ്ണവി സിൻസ് വരും. അതുപോലെ നിങ്ങൾ അതിലുള്ള വെർബ്സ് അത്രയും കണ്ടുപിടിക്കുക.
കണ്ടുപിടിച്ചതിന് ശേഷം അത് ഇന്ന് തന്നെ കണ്ടുപിടിക്കണം. അത് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് അതൊന്നുകൂടെ നോക്കാം. അപ്പൊ വെർബ്സ് എല്ലാം കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കുക. സാർ ഇതിനു മുമ്പ് വേറൊരു ആക്ടിവിറ്റിയും കൂടെ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഏതാ? മൈക്കിൾ ജാക്സന്റെ. അതെ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിന്റെ ആ ഒരു ഇതും കൂടെ നമുക്ക് നാളെ നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് ഈ ആക്ടിവിറ്റി ഫുൾ ആയിട്ട് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് എല്ലാ വർക്കും ചെയ്യാം, എന്നിട്ട് അത് ഫുൾ ആയിട്ട് നമുക്ക് നാളെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ അത് നിങ്ങൾ വർക്ക് ചെയ്യുക. സാർ അപ്പൊ ഈ ചോയ്സ് അന്നത്തെ ക്ലാസ് തീർന്നാ സാർ അപ്പൊ ഈ ചോയ്സ് വരുമോ വെർബ്? ചോയ്സ് ആയിട്ട് വരും. സാറി റിഫ്യൂസസ് റിഫ്യൂസസ് വരും, വെർബായിട്ട് വരും. ഇനി സിംഗുലർ സബ്ജക്ട് ടേക്ക് സിംഗുലർ വെർബ്സ് ആൻഡ് പ്ലൂറൽ സബ്ജക്ട്സ് ടേക്ക് പ്ലൂറൽ വെർബ്സ്. അപ്പോ ഇപ്പൊ നമ്മള് ഇത് നോക്കുന്ന സമയത്ത്, ഈ വെർബ് നോക്കുന്ന സമയത്ത് അതിന്റെ സബ്ജക്ട് ഏത്, അപ്പോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സബ്ജക്റ്റും കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യുക. കാര്യം അക്ബർ ലിസൺസ് എന്ന് പറയുമ്പോൾ അതൊരു സിംഗുലർ ആയിട്ട് മാറും. ദേ ഗോ ഇൻ സെർച്ച് ഓഫ് ദ ഗുരു, അപ്പോൾ അതിന്റെ സബ്ജക്ട് നോക്കുക, അതാണ് അവിടെ ഇമ്പോർട്ടന്റ്. സബ്ജക്ട് നോക്കുക. ദേ ഗോ ഇൻ ദ, അപ്പോൾ ദേ ഗോ എന്ന് പറയുമ്പോൾ അതിന്റെ സബ്ജക്ട് പ്ലൂറൽ ആണ്, അതുകൊണ്ട് ആ വെർബും പ്ലൂറൽ ആയിട്ട് മാറും. നമ്മൾ നേരത്തെ ഒരു വാക്ക് നോക്കിയില്ലേ, ദ മെലഡി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അത് ആരുടെ മെലഡി ആണെന്നൂടെ ഒന്ന് നോക്കാൻ പറഞ്ഞില്ല. ദ മെലഡി ഓഫ് ഹിസ് വോയിസ്, അപ്പൊ ഒരാളുടെ വോയിസ്. അപ്പോ ആ ഒരൊറ്റ വോയിസ് ആയത് ഒരാളുടെ, അല്ലെങ്കിൽ ഒരു ഹി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതായത് കൊണ്ട്, ഹിസ് എന്നുള്ള ആ ഒരു ഇത് വരുന്നത് കൊണ്ട് ആ മെലഡി എന്ന് പറയുന്നതും എന്താവും, അത് സിംഗുലർ ആവും. അപ്പൊ അതാണ് അതിന്റെ ഒരു വ്യത്യാസം, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ അതും എഴുതിക്കൊണ്ട് വരിക നാളെ. Replace the subject of the sentences with the word given in the bracket and rewrite the sentence. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള വാക്കുകൾ വെച്ച് അതിനെ റീപ്ലേസ് ചെയ്യുക, തന്നിട്ടുള്ള വാക്കുകൾ വെച്ച് റീപ്ലേസ് ചെയ്യുക, എന്നിട്ട് റീറൈറ്റ് ദ സെന്റൻസ്. അതിനെ എന്നിട്ട് മാറ്റി എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ, അക്ബർ ലിസൺ ടു ടാൻസൻ എവറി ഡേ. അപ്പോൾ അക്ബർ ആൻഡ് ദ കോർട്ടിയേഴ്സ്, അപ്പോൾ ഇവിടെ മാറ്റിയിട്ടുണ്ട് അക്ബർ ആൻഡ് ദ കോർട്ടിയേഴ്സ് ലിസൺ ടു ടാൻസൻ എവറി ഡേ. അവിടെ എന്ത് വ്യത്യാസം വന്നു? അക്ബർ എന്ന് പറയുന്ന ആ ഒരു സിംഗുലർ ആയതുകൊണ്ട് വെർബ് വന്നപ്പോൾ യെസ് അവിടെ ചേർക്കേണ്ടി വന്നു. പക്ഷേ അക്ബറിന്റെ അവിടെ കോർട്ടിയേഴ്സും കൂടെ വന്നപ്പോൾ അതൊരു പ്ലൂറലായി. അപ്പോ ലിസൺസ് എന്നുള്ളത് ലിസൺ എന്നായി. കാര്യം വെർബിന്റെ ഡു ഫോം കൊടുക്കേണ്ടി വന്നു. സോറി, ഡസ് ഫോം. ഈ സിംഗുലർ ആണെങ്കിൽ ഡസ് ഫോമും പ്ലൂറൽ ആണെങ്കിൽ ഡു ഫോമും. അപ്പോൾ പ്ലൂറൽ വന്നതുകൊണ്ട് അതിനെ ലിസൺ പ്ലസ് ഡു ലിസൺ. അപ്പോൾ പക്ഷെ ഡസ് ഫോം, ലിസൺ പ്ലസ് ഡസ് എന്ന് പറയുന്നത് സിംഗുലർ ഫോം ആണെങ്കിൽ ഡസ്, അങ്ങനെയാണെങ്കിൽ ലിസൺസ് എന്ന് വരും. അത് ഓക്കെ ആണോ? എല്ലാരും കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. ഓക്കെയാണ് സാർ, എനിക്ക് ഓക്കെയാണ്. എന്ത് വൈഷ്ണവി? സാർ ഹോംവർക്ക് ചെയ്യണോ വീട്ടിൽ നിന്ന്? ചെയ്യണം. വൈഷ്ണവി എന്ത് പറ്റി പറയും. അതിലേതാ മനസ്സിലാവാത്ത? ഈ ക്വസ്റ്റ്യൻ ആണോ? ഇപ്പൊ പറഞ്ഞു. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് എന്ന് പറയുന്നത് വെർബിന്റെ ഡസ് ഫോമാ ചേർക്കേണ്ടത്. ഡസ് ഫോം എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ വെർബിന്റെ കൂടെ യെസ് ഓർ ഇ എസ് ആഡ് ചെയ്യണം. ഇപ്പൊ ലിസൺ എന്ന് പറയുന്ന വെർബ്, അതിന്റെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെർബിന്റെ ഡസ് ഓർ ഡസ് ഫോം ചേർക്കണം. അപ്പൊ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. അത് ഓരോ വാക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ ലിസണേഴ്സ് എന്ന് നമ്മൾ പറയത്തില്ല, ലിസൺസ് എന്നേ പറയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് വെറുതെ എസ് മാത്രം ചേർത്താൽ മതി. അതുകൊണ്ടാണ് അക്ബർ ലിസൺസ് എന്ന് വന്നത്. അതായത് നമ്മൾ ഡസ് ഫോമ നമ്മൾ അവിടെ ചേർത്തത്. പക്ഷേ അക്ബറിന്റെ സ്ഥാനത്ത് ദേ എന്നായിരുന്നു എന്ന് വെക്കുക.
ദേ ലിസൺസ് എന്ന് പറയത്തില്ല. ദേ കഴിഞ്ഞിട്ട് ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് അവിടെ വെർബിന്റെ കൂടെ ഡു ഫോം ചേർക്കണം. ഡു ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെർബിന് ഒരു ചേഞ്ചും വരത്തില്ല. കാര്യം ഒരു വെർബ് എന്ന് പറയുന്നത് അത് അതിന്റെ ഡു ഫോം തന്നെയാണ്. അപ്പൊ അതിൻ്റെ കൂടെ സിംഗുലർ ആണെങ്കിൽ മാത്രം നമ്മൾ മാറ്റിയാൽ മതി. ഡെസ്സിലോട്ടോ എസിലോട്ടോ ഇഎസിലോ ചേർത്ത് മാറ്റേണ്ട സിംഗുലർ ആണെങ്കിൽ മാത്രം. പ്ലൂറൽ ആണെങ്കിൽ ആ വെർബിന്റെ അതേ ഫോം തന്നെ, അതായത് ലിസൺ ആണെങ്കിൽ ലിസൺ എന്നുള്ള ആ ഒരൊറ്റ ഇത് മതി. അതുകൊണ്ടാണ് ഇവിടെ എക്സാമ്പിൾ വന്നത് അക്ബർ ആൻഡ് ദ കോർട്ടിയേഴ്സ്. അതായത് അവിടെ ഉള്ള എല്ലാരും കൂടെ ചേർന്നപ്പോ ഒന്നിൽ കൂടെ അക്ബർ മാത്രമല്ല അതിന്റെ കൂടെ ഉള്ള ആൾക്കാർ, അതായത് ഒന്നിലധികം ആൾക്കാർ ചേർന്നപ്പോ അത് പ്ലൂറൽ ആയിട്ട് മാറി. അങ്ങനെ ആവുമ്പോൾ അതിന്റെ വെർബിന് എന്ത് ചേഞ്ച് വന്നു? സിംഗുലർ ആയിരുന്നപ്പോ ഡസ് ഫോം ആയിരുന്നു, പക്ഷെ പ്ലൂറൽ ആവുമ്പോൾ അത് ഡു ഫോം തന്നെയാ. അതിന്റെ ലിസൺ എന്നുള്ള ഒറ്റ ഇതേ വരത്തുള്ളൂ. അതാണ് സംഭവം. ഇപ്പൊ മനസ്സിലായോ? അപ്പോ അതുപോലെ നമുക്ക് ഓരോന്നും എഴുതണം. ഹി തിങ്സ് ടാൻസൻ ഹാസ് ദ മോസ്റ്റ് വണ്ടർഫുൾ ഓയിൽസ് ഇൻ ദ ഓൾ വേൾഡ്. ഇതിനെ എന്ത് മാറ്റം വരുത്താൻ പറ്റും? ദേ എന്ന് നമ്മൾ തുടങ്ങണം. ഹീക്ക് പകരം ദേ എന്ന് തുടങ്ങണം. അങ്ങനെയാണ് തിങ്സിനെ തിങ് തിങ്സിനെ തിങ്ക് ആക്കണം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അത് തന്നെ. അതായത് തിങ്സിനെ നമ്മൾ തിങ്ക് ആക്കണം. കാര്യം വെർബ് എന്ന് പറയുന്നത് തിങ്ക, അതല്ലെങ്കിൽ തിങ്സ് എന്ന് പറയുന്നതാണ് അവിടെ വെർബ് എന്ന് പറയുന്നത്. അപ്പോ യെസ് ഓർ യെസ് കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ട്? അത് സിംഗുലർ ആയതുകൊണ്ട്. പക്ഷെ അത് പ്ലൂറൽ ആകുമ്പോൾ അത് ഡു ഫോമിലോട്ട് മാറ്റണം. അതിന് നമുക്ക് ദേ തിങ്ക് ടാൻസൻ ഹാസ് ദ മോസ്റ്റ് വണ്ടർഫുൾ ഓയിൽസ് ഇൻ ദ ഹോൾ വേൾഡ്. ഓക്കെ ആണോ? ഓക്കെ ആണ്. അടുത്ത് അക്ബർ എൻക്വയർസ്. ഇപ്പൊ അടുത്തത് ആർഷ പറയണേ. അക്ബർ എൻക്വയർസ് അബൌട്ട് ദ പേഴ്സൺ. അപ്പൊ ദ കോർട്ടിയേഴ്സ് എന്നാക്കുകയാണെങ്കിൽ അക്ബർ എന്ന് പറയുന്നത് ദ കോർട്ടിയേഴ്സ് ആക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് മാറ്റം വരും? ആർഷ പറഞ്ഞേ. പക്ഷെ കോർട്ടിയേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ നോക്കി അക്ബർ എന്ന് പറയുമ്പോ അവിടെ ഒരു സിംഗുലർ ആണ്, ഒരാളെ ഉള്ളൂ. പക്ഷെ കോർട്ടിയേഴ്സ് എന്ന് പറയുമ്പോൾ കുറെ പേരുണ്ട്. അപ്പൊ അതിലെ വെർബ് ഏതാ ആർഷ? അതിലെ വെർബ് ഏതാ ആ സെന്റൻസിലെ? എൻക്വയർസ് എന്ന് പറയുന്നത് അവിടെ വെർബാണ്. അപ്പൊ വെർബിന്റെ അക്ബർ എന്നുള്ളത് കൊണ്ട് സിംഗുലർ ആയതുകൊണ്ട് അതൊരു എസ് ഓർ ഇഎസ് ഫോമിൽ കിടപ്പുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിനെ പ്ലൂറൽ ആകുമ്പോൾ ആ എൻക്വയർസ് എന്നുള്ള വാക്ക് എന്ത് ചേഞ്ച് ഉണ്ടാവും അവിടെ? എന്ത് ചേഞ്ച് ഉണ്ടാവും? ആർഷ എടുത്തേനെ പറഞ്ഞോ. ഈ എൻക്വയർസ് എന്നുള്ള വാക്ക് അടുത്ത പ്ലൂറലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചേഞ്ച് ഉണ്ടാവും? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. ആർഷ, ആർദ്ര അൺമ്യൂട്ട് ചെയ്തേ. സാർ എവിന് തനിയെ ലീവായി പോണം. എബിനോ? ഓ സാർ മെസ്സേജ് ഇപ്പൊ ചാറ്റ് ഇട്ട്. ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, അതുകൊണ്ടാ. ഓക്കെ. ആർഷ പറഞ്ഞേ. എൻക്വയർസ് ആണെങ്കിൽ അതിനെ എന്ത് മാറ്റം വരുത്താൻ പറ്റും പ്ലൂറൽ ആക്കുമ്പോ? കേട്ടില്ല, ഒന്നും പറഞ്ഞ കേട്ടില്ല. വ്യക്തമാവുന്നില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാര്? എൻക്വയറീസ് എന്നല്ലേ പറഞ്ഞേ? ആണ്, ഞാൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാത്തോണ്ടാണോ എന്ന് അറിയത്തില്ല. ഇത് എനിക്കത് വ്യക്തമായില്ല. എൻക്വയർസ് എന്ന് അവിടെ ചാറ്റ് ബോക്സിൽ ഇട്ടു. എൻക്വയർസ് എന്ന് പറയുന്നത് എൻക്വയറീസ്, അത് തെറ്റാണ് കേട്ടോ. എൻക്വയറീസിന്റെ സ്പെല്ലിംഗ് ENQUIRES. അപ്പോ എൻക്വയർസ് എന്ന് പറയുമ്പോൾ അന്വേഷിച്ചു എന്നുള്ള ആ ഒരു അത് അക്ബർ, അത് സിംഗുലറില്. അപ്പൊ പ്ലൂറൽ ആകുമ്പോ എന്ത് ഡിഫറൻസ് വരും? എൻക്വയർസ് എന്നുള്ളത് എസ്ഒ ഇഎസ്ഒ ഉണ്ടെങ്കിൽ അത് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എന്ത് മാറ്റം വരും ആർഷ? അതിന്റെ ഡു ഫോമാ. എന്ത് മാറ്റം വരും?
എൻക്വയറി അല്ല. യെസ്സോ യെസ്സോ ഉണ്ടെങ്കിൽ അത് മാറ്റിയാ മതി. എൻക്വയർ അതാ, അത്രേ ഉള്ളൂ. അതായത് എസ് മാറ്റുക, എൻക്വയർ എന്ന് ആക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ദ കോർട്ടിയേഴ്സ് എൻക്വയർ അബൌട്ട് ദ പേഴ്സൺ. ഓക്കെ, അടുത്തത് ദേ ഫൈൻഡ് ഹിം ബിസി വിത്ത് ഹിസ് ഡെയിലി ചോർസ്. അപ്പോൾ അതിന് ദേക്ക് പകരം നമുക്ക് ടാൻസൻ എന്ന് തുടങ്ങുന്നു എന്ന് വെക്കുക. അപ്പൊ ടാൻസൻ ആണെങ്കിൽ അവിടെ എന്ത് ചേഞ്ച് വരും? അവിടുത്തെ വെർബ് ഏതാ? ആർബയോ അപ്പൊ അവിടെ എന്ത് ചേഞ്ച് വരും? ബ്രഹ്മൻ ഇവിടെ വീഡിയോ ഓണാക്കിയടാ. ബ്രഹ്മൻ പറയട്ടാ സാർ? പറ. ഇന്ന് നീ വീഡിയോ ഓഫ് ചെയ്യല്ലേ? എൻഗേഴ്സ് ആണ്, അല്ല കൊയേഴ്സ്. എടാ അവിടത്തെ ബിസി അല്ല, എൻഗേഴ്സ് അല്ല കൊയേഴ്സ്. എടാ കൊയേഴ്സ് അല്ല, ചോർസ. അതല്ല, അതുമല്ല. അതിന്റെ വെർബ് ഏതാ? അശ്വിൻ, അവിടുത്തെ വെർബ് ഏതാടാ? Sir, they find him busy with his daily choice sentence. അതെ, ഫൈൻഡ് ആണ് വെർബ്. അപ്പൊ ദേ ഫൈൻഡ് എന്നാണ് ഉള്ളത്. അപ്പൊ അതിനെ ടാൻസൻ എന്ന് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ എന്ത് ചേഞ്ച് ഉണ്ടാവും അവിടെ? Tansen finds. Tansen finds. Correct. അടുത്തത് ടാൻസൻ ആൻഡ് ദ എംപറർ റീച്ച് ഹിസ് ഹട്ട്. അപ്പൊ അതിനകത്ത് എംപറർ എന്ന് തുടങ്ങുകയാണെങ്കിൽ എന്ത് ചേഞ്ച് ഉണ്ടാവും? അവിടത്തെ വെർബ് ഏതാ വൈഷ്ണവി? റീച്ച്. അപ്പോ ഇപ്പോ നമ്മളിത് ടാൻസൻ ആൻഡ് ദ എംപറർ ആ സബ്ജക്ട് മാറ്റിയിട്ട് ദ എംപറർ എന്ന് മാത്രം ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ഡിഫറൻസ് ഉണ്ടാവും? അത്രേ ഉള്ളൂ. RECHES. അവിടെ ഡസ് ഫോം ചേർക്കുമ്പോ ES. അവർ റീച്ച് ഹിസ് ഹട്ട്. അത്രേ ഉള്ളൂ. അപ്പോ ഗ്രാമർ നിങ്ങൾ അത്രയായല്ലോ. ഇത് നിങ്ങളുടെ മറ്റേ ഈ ബുക്കിലും ഉള്ളതാണ് കേട്ടോ. ഈ സെയിം ഗ്രാമർ നിങ്ങളുടെ ഇത് ഗ്രാമർ ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതിലും അതാ ഗ്രാമർ ടെക്സ്റ്റ് ഇല്ലേ നിങ്ങൾക്ക്? ആ ടെക്സ്റ്റിലുള്ള സംഭവം തന്നെയാണ് ഇത് കേട്ടോ. അപ്പൊ അതിലേ ഒരു പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. കാര്യം അത് ഇടയ്ക്ക് എവിടെയാണ് വരുന്നത്, ഞാനിങ്ങനെ കണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോർഷൻ ഉള്ള കാര്യം ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, അടുത്ത്. അപ്പോ അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് ചിലപ്പോൾ വേറെ റാൻഡം സെന്റൻസ് ഒക്കെ എടുത്തിട്ട് ഞാൻ ചോദിക്കും. ഏതെങ്കിലും സെന്റൻസ് ഒക്കെ എടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് ഇതുപോലെ മാറ്റി എഴുതാനും എല്ലാത്തിനും ഞാൻ ചോദിക്കും. ഓക്കെ, അടുത്ത്. Read the following sentence from the story The Song of Songs. Very well, Ustad Ji, said Akbar, smiling into Tansen's half-scared eyes. If he doesn't come, I shall go to him myself. If he doesn't come, I shall go to him myself is a conditional sentence. ഇപ്പൊ നോക്കി, ഇവിടെ നമ്മൾ കണ്ടീഷൻസ് നോക്കാൻ പോകുന്നത്. കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇഫ്, അതായത് ഇഫ് ഇപ്പൊ നമ്മളിപ്പോ പറയാണ് ഞങ്ങൾക്ക് അവിടെ പോണം, എനിക്ക് സ്കൂളിൽ പോണം എന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾ പറയാണ് ഇല്ല വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാണ് ഓക്കെ, നിങ്ങൾ വന്നില്ല എങ്കിൽ നിങ്ങളുടെ മാർക്ക് കുറയ്ക്കുന്നു. നിങ്ങൾ നാളെ സ്കൂളിൽ വന്നില്ല എങ്കിൽ നിങ്ങളുടെ മാർക്ക് കുറയ്ക്കും എന്ന് ഞാൻ പറയുകയാണെന്ന് വെക്കുക. അപ്പൊ അതിനെ നമുക്ക് കണ്ടീഷൻ എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെ. വെരി വെൽ ഉസ്താദ് സെയ്ഡ് അക്ബർ സ്മൈലിംഗ് ഇൻ ടു ടാൻസൻസ് ഹാഫ് സ്കേർഡ് ഐസ് ഇഫ് ഹി ഡസന്റ് കം. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ വരുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇഫ് ഹി ഡസന്റ് കം ഐ ഷാൾ ഗോ ടു ഹിം മൈസെൽഫ്. അപ്പോൾ പുള്ളിക്കാരൻ വന്നില്ല എങ്കിൽ, നമ്മുടെ ഗുരു വന്നില്ല എങ്കിൽ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പോവാം. അപ്പൊ അതിനെ നമുക്ക് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. കാര്യം ഇഫ് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന് നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും.
ഇഫ് ഹി ഡസൻ കം, ഇഫ് പുള്ളിക്കാരൻ വന്നില്ല എങ്കിൽ, അപ്പൊ ഇത്തരത്തിലുള്ള സെന്റൻസിനെ നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റും. അതിൽ കുറച്ച് കാര്യങ്ങളുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ് അതറിയാവോ? പ്രസന്റ് ടെൻസ് അറിയാവോ? പ്രസന്റ് ടെൻസ് എന്താണെന്ന് അറിയാവോ? അറിയാം സാർ. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതൊക്കെ അറിയാം. അതിന്റെ ഫോർമുലയൊക്കെ മറന്നു. അതൊക്കെ അറിയാം sir. ഫോർമുലയൊക്കെ മറന്നു. അപ്പൊ അതില് പ്രസന്റ് സിമ്പിൾ ആണെങ്കിൽ അതിന് വേറെ വ്യത്യാസം. അതായത് അതിന് നമുക്ക് ഫസ്റ്റ് സീറോ കണ്ടീഷണൽ എന്തെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം സീറോ കണ്ടീഷണൽ എഴുതിക്കുന്നു. ഇടയ്ക്ക് സ്റ്റക്കായി. ഇടയ്ക്കൊന്നും കേട്ടില്ല. ഇടയ്ക്ക് സ്റ്റക്കായി. ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ എല്ലാരും നോട്ടെടുത്തോ. കുറച്ച് നോട്ട് എഴുതും. നോട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ഒന്നുമല്ല, ഏതെങ്കിലും ഒരു ബുക്ക് പേപ്പറോ എന്തെങ്കിലും മതി, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാനായിട്ട്, അത്രേ ഉള്ളൂ. മിനിറ്റാ സാറേ. ഓക്കെ. സോ കണ്ടീഷൻ അതിൽ സീറോ കണ്ടീഷണൽ, ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ, തേർഡ് കണ്ടീഷണൽ എന്നൊക്കെ ഉണ്ട്. നിങ്ങൾ അങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടണ്ട. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സിമ്പിൾ സെന്റൻസ് ആണെങ്കിൽ, ഇപ്പൊ ഇതിലുള്ള ഒരു സെന്റൻസ് നോക്കിയോ, കണ്ടീഷൻ നോക്കിയോ. ഇഫ് യു സ്റ്റാൻഡ് ഇൻ ദ റെയിൻ, ഇഫ് യു ഹീറ്റ് റൈസ്, ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? യു ഗെറ്റ് വെറ്റ്. അപ്പോ ഇഫ് യു സ്റ്റാൻഡ് ഇൻ എ റെയിൻ, അപ്പൊ നിങ്ങള് അതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങള് മഴയത്ത് നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? മഴയത്ത് നിന്ന് നനയും. യു ഗെറ്റ് വെറ്റ്. അപ്പോ അതിനാണ് നമ്മൾ ഒരു നോർമൽ സെന്റൻസിന് യു സ്റ്റാൻഡ് ഇൻ റെയിൻ, അപ്പോ നമ്മൾ പറയാണ് ഇഫ് യു സ്റ്റാൻഡ് ഇൻ റെയിൻ, നീ മഴയത്ത് നിന്ന് കഴിഞ്ഞാല് അത് അതിന്റെ കണ്ടീഷൻ. അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? യു ഗെറ്റ് വെറ്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇഫ് യു സ്റ്റാൻഡ് ഇൻ റെയിൻ യു ഗെറ്റ് വെറ്റ്. അപ്പൊ അതെന്ന് പറയുന്നത് പ്രസന്റ് സിമ്പിൾ, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സാധനം അത്. ഇനി ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്, അതെന്ന് പറയുന്നത് ഇതെല്ലാം പ്രസന്റ് സിമ്പിൾ ആണ്. സിമ്പിൾ പ്രസന്റ് ഏറ്റവും എന്താ പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ നോർമൽ ആയിട്ടുള്ള ഒരു പ്രസന്റ് ടെൻസിനെ പറയുന്നതാണ്. ഇഫ് യു സ്റ്റാൻഡ് ഇൻ റെയിൻ യു ഗെറ്റ് വെറ്റ്. അപ്പൊ അതെല്ലാം സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട്, അത്രേ ഉള്ളൂ, അത് വേറെ ഒന്നുമില്ല. അപ്പോ ഇഫ് യു സ്റ്റാൻഡ് ഇൻ റെയിൻ യു ഗെറ്റ് വെറ്റ്. അപ്പൊ അടുത്ത ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക. ഇഫ് ഇറ്റ് റെയിൻസ് വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ്. അപ്പോൾ അത് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ പ്രസന്റിന്റെ ഫ്യൂച്ചർ ടെൻസോടെ നമ്മൾ കയറ്റിയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറയും ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ അഥവാ മഴ വരികയാണെങ്കിൽ വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ്. ഇപ്പൊ നമ്മൾ പറയുന്നത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാം എന്ന് പറയത്തില്ല, അത് തന്നെയാണ് അടുത്ത്. ഇഫ് യു സ്റ്റഡി, നിങ്ങൾ പഠിച്ചാല് യു വിൽ പാസ് ദ എക്സാം. അതായത് അല്ല എങ്കിൽ നിങ്ങൾ എക്സാമിന് പാസ് ആവത്തില്ല എന്നുള്ള ആ ഒരു പറയുന്നേ ഉള്ളൂ. ഓക്കെ, അശ്വിൻ ഒന്നും കേട്ടൂടെ? കേൾക്കാം സാർ. അപ്പോ ലെഫ്റ്റ് ആയി പോയി. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ പറയത്തില്ല. അപ്പൊ ഓരോ കണ്ടീഷൻ നമ്മൾ ഓരോ ടെൻസിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ ഓരോ കണ്ടീഷൻസ് നമ്മളിങ്ങനെ പറയും. ഇഫ് ഇറ്റ് റെയിൻസ്, നമ്മൾ മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വരും.
പിന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതെല്ലാവരും പറയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ജയിക്കാം, അല്ല എങ്കിൽ നിങ്ങൾ പൊട്ടും. അതിനുവേണ്ടി നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ആ പോസിബിൾ സിറ്റുവേഷൻ ഇൻ ദ ഫ്യൂച്ചർ, നമ്മൾ ആ ഫ്യൂച്ചറിനെ കൺസിഡർ ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ അത് നമുക്ക് ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് സംഭവിക്കാൻ സാധ്യത ഉള്ള കാര്യങ്ങള് ഇങ്ങനെ പറയുന്നത് ഫ്യൂച്ചറിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നതാണ് അത്. അപ്പൊ അതുകൊണ്ടാണ് we will cancel the trip, അല്ലെങ്കിൽ you will not, if you doesn't study, if you don't study, you won't pass the exam. അപ്പോൾ അത് ആ ഒരു ഫോർമാറ്റില് ഇപ്പൊ ഫസ്റ്റ് 2 മതിയാവും തോന്നുന്നു നിങ്ങൾക്ക്, അല്ലാതെ കൂടുതൽ വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ അപ്പോഴും വന്ന് എടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്യൂച്ചർ ഇത് വരികയാണെങ്കിൽ, ഒരു സിറ്റുവേഷൻ ഫ്യൂച്ചർ, ആ ഫ്യൂച്ചറിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് പ്രസന്റ് സിമ്പിൾ പ്ലസ് വിൽ ഓർ വോണ്ട്. ഇത് നോട്ടിൽ എഴുതണോ? എഴുതി വെച്ചോ, ആവശ്യം വരും. ഞാൻ ചിലപ്പോൾ എക്സാമിന് ചോദിച്ചാലോ, ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് സൂക്ഷിച്ചോ. ചോദിക്കാം. ഞാൻ ഒരു സെന്റൻസിന് വെറുതെ ഒരു സെന്റൻസ് തരും. അപ്പോ എന്നിട്ട് അതിന്റെ റിസൾട്ട് ഞാൻ പറയും. പക്ഷെ അതിനെ നിങ്ങൾ ഇഫ് കണ്ടീഷൻ ആക്കി എഴുതണം. ഞാൻ ഒരു പ്ലെയിൻ സെന്റൻസ് തരും, അതിനെ നിങ്ങൾ ഇഫ് കണ്ടീഷണൽ ആക്കി എഴുതേണ്ടി വരും. മനസ്സിലായില്ല, ഒന്നുകൂടി പറയൂ. അതായത് ഞാനിപ്പോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് തന്നു, ഏതെങ്കിലും ഒരു സെന്റൻസ് ഞാനിപ്പോ തന്നു. അപ്പൊ ആ സെന്റൻസ് ഇങ്ങനെ തരുമ്പോ ഒരു സെന്റൻസ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഓക്കെ, വെൻ യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. ഞാൻ ഇങ്ങനെ തരികയാണ്. അതിനെ നിങ്ങൾ ഇഫ് കണ്ടീഷൻ ആക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ആക്കും? If you heat ice, it melts. It melts. അപ്പൊ അതുപോലെ തന്നെയാണ്. അപ്പൊ ഞാനൊരു പ്ലെയിൻ സെന്റൻസാ തന്നത്, അതിനെ നിങ്ങള് ഇത് ഇഫ് കണ്ടീഷനിലോട്ട് മാറ്റി. ആ സെയിം രീതിയിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക. അത് നമുക്ക് നോക്കാം കേട്ടോ. എങ്ങനെ ചോദിക്കും, ഞാനിതുവരെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടില്ല, അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പോ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. നമുക്ക് ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റിയുടെ നോക്കാം. അതിനനുസരിച്ച് ഇതിന്റെ കഴിഞ്ഞിട്ടുള്ള 2nd ക്ലാസ്സും 3rd ക്ലാസ്സും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് പഠിക്കാം കേട്ടോ. ശരി, ഇവിടെ അപ്പൊ നമുക്ക് മനസ്സിലായി, ഇഫ് ഹി ഡസന്റ് കം ഐ ഷാൾ ഗോ ടു ഹിം മൈസെൽഫ്. അതായത് അതൊരു ഫ്യൂച്ചറിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സെന്റൻസാ. പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നില്ല എങ്കിൽ ഞാന് പുള്ളിക്കാരന്റെ അടുത്തേക്ക് പോയിക്കോളാം എന്നുള്ളത്. Read the conversation given below. Anil and Joy are both fans of music. അനിലും ജോയ് എന്ന് പറയുന്നത് ഈ മ്യൂസിക്കിന്റെ ഫാൻസ് ആണ്. അവർ ഭയങ്കര മ്യൂസിക്കുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. They are talking about a music competition. അവര് ഒരു മ്യൂസിക് കോമ്പറ്റീഷനെ കുറിച്ച് സംസാരിക്കുക. which they are going to watch. അവർ കാണാൻ പോകുന്നു. Listen to the conversation. I think Shankar will win this competition. If he wins, he will get an opportunity to sing in films. അവിടെ നിങ്ങൾ ഇഫ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ നോക്കുക. ഇഫ് ഹി വിൻസ്, അപ്പൊ എനിക്ക് തോന്നുന്നു ശങ്കർ ആയിരിക്കും ഇത് ജയിക്കാൻ പോകുന്നത്. അപ്പോ ഇഫ് ഹി വിൻസ്, അപ്പൊ നമ്മളിവിടുത്തെ ഏത് ക്ലോസ് ആണ്? ആ ഫ്യൂച്ചറിനെ ബന്ധപ്പെടുത്തി വരുന്ന ഒരു ക്ലോസാ. ഇഫ് ഹി വിൻസ്, പുള്ളിക്കാരൻ ജയിക്കുകയാണെങ്കിൽ ഹി വിൽ ഗെറ്റ്, അതായത് കണ്ടോ, ഹി വിൽ പ്ലസ് verb, he will get an opportunity to sing in films. അപ്പോ അങ്ങനെയാണെങ്കിൽ ഫിലിമിൽ പാടാനൊരു അവസരം കിട്ടും. ഇഫ് ഹി sings in films, അതായത് ഇപ്പോ ആ പുള്ളിക്കാരൻ ഇതിൽ പാടുകയാണെങ്കിൽ, ഫിലിമിൽ പാടുകയാണെങ്കിൽ he will എന്താ ആർഷ കേട്ടില്ല. ആർഷ എന്താ പറഞ്ഞേ? ഓക്കെ. ഇഫ് ഹി സിങ്സ് ഇൻ ഫിലിംസ്, അപ്പോ ഫിലിമിൽ പാടുകയാണെങ്കിൽ ഹി വിൽ സർട്ടൻലി ബിക്കം ഫേമസ്. എങ്കിൽ അങ്ങനെ ഫേമസ് ആവും. അപ്പോ അതൊരു പോസിറ്റീവ് ആണ്. അതൊരു എല്ലാം എന്താ പറയുന്നത്, ആ ഒരു ഫ്യൂച്ചറിനെ റിലേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ ആണ് നമ്മളവിടെ നോക്കിയത്. പരീക്ഷയ്ക്ക് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിക്കോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യം അത്
നോട്ട് എന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആവും, എങ്കിൽ പോസിറ്റീവ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ചോദിക്കത്തില്ല. ഹാപ്പി ആയില്ലേ ബ്രഹ്മൻ? ഭയങ്കര ഹാപ്പി ആയിപ്പോയി സർ. Okay. No, I don't think so. I hope Ashwati will be the winner. She will get an apartment if she wins the competition. അതാണ്. സർ ആ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് കേൾക്കാൻ പറ്റുന്നു. ബാക്കിയുള്ളവർക്കോ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാറ്റിന്റെ ശബ്ദം കേൾക്കണം. ഓക്കെ, അപ്പൊ അവിടുത്തെ നെറ്റ്വർക്കിന്റെ എന്തോ ഒരു ഇഷ്യൂ വരുന്നുണ്ട്, അതുകൊണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ സെന്റൻസിന്റെ ഫോർമേഷൻ കണ്ടോ? ഷീ വിൽ ഗെറ്റ് ആൻ അപ്പാർട്ട്മെന്റ് ഇഫ് ഷീ വിൻസ് ദ കോമ്പറ്റീഷൻ. അതായത് നമുക്ക് തിരിച്ചെഴുതാം, ഇഫ് ഷീ വിൻ ദ കോമ്പറ്റീഷൻ ഷീ വിൽ ഗെറ്റ് എൻ അപ്പാർട്ട്മെന്റ്. അത് നമുക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം, അത്രേ ഉള്ളൂ. അടുത്ത, ഐഡന്റിഫൈ ദ ഇഫ് ക്ലോസസ് ഇൻ ദ സെന്റൻസസ് അബോവ്, റൈറ്റ് ദം ഡൗൺ, എക്സാമിൻ ദം കെയർഫുള്ളി. അപ്പോ ഇവിടെ ഇഫ് വരുന്ന സെന്റൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇഫ് ഹി വിൻസ് he will get an opportunity to sing in films. If he sings in films, he will certainly become famous. അതുപോലെ തന്നെ she will get an apartment if she will win the competition. Okay, Arun and Joy are on the way to stadium. They miss the bus. The next bus is only after an hour. Their friend Rida talks to them. If I were you, I wouldn't wait for the bus. I would walk. Okay, അപ്പോ നമുക്ക് അടുത്ത ക്ലോസ് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിയേ, സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, പാസ്റ്റ് സിമ്പിൾ. അതാണെങ്കിൽ എങ്ങനെ വരും? ഇഫ് ഐ വോൺ ദ ലോട്ടറി, അതായത് എനിക്ക് ലോട്ടറി അടിച്ചിരുന്നു എങ്കിൽ, അതായത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആട്ടോ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആയിരുന്നു എങ്കിൽ എന്ന് നമ്മൾ പറയത്തില്ലേ? ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം, ഓക്കെ, ഒരു ക്രിക്കറ്റ്, നിങ്ങൾ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും, മിക്കവാറും ക്രിക്കറ്റ് കളിക്കുന്നവരാ. അപ്പൊ പറയും, ഞാനായിരുന്നു ബോൾ ചെയ്തിരുന്നെങ്കിൽ അവന്റെ കുത്തിയിപ്പ് എടുത്തേനെ എന്ന് പറയത്തില്ലേ? അല്ലെങ്കിൽ പറയും, ഞാനായിരുന്നു ഒരേക്ക് ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക്, ഇപ്പൊ ഞാനായിരുന്നു ഇപ്പൊ ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാനൊരു മിനിമം ഒരു ഓവർ 7 6 എങ്കിലും അടിച്ചേനെ എന്ന് പറയത്തില്ലേ? പറയൂ? പറയും സർ, ഞാൻ പറയും. അതെ, ബ്രഹ്മം പറയും. വേറെ ആരൊക്കെ പറയും? അശ്വിൻ പറയോ? ഒരു ബാൽ 6 ബാളേ ഉള്ളൂ. അതാണ്, ഒരു ബോൾ നോ ബോൾ എറിഞ്ഞാ പോരെ? ഇവിടെ ഞാൻ ഒരു ഓവർ, ലീഗൽ ഓവറിലാണ് ഞാൻ പറഞ്ഞത്. ഒരു ഓവറില് 7 6 അടിക്കുമല്ലേ? എനിക്കറിയാം, ബ്രഹ്മൻ ചെയ്യും. ബ്രഹ്മൻ ആരാ? അവ 7 എന്തായാലും ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻ അതാണ് പറയുന്നത്. ഇഫ് ഐ വോൺ ദ ലോട്ടറി, എനിക്ക് ലോട്ടറി അടിച്ചിരുന്നു എങ്കിൽ ഐ വുഡ് ട്രാവൽ എ ലോട്ട്. അതായത് പാസ്റ്റ് സിമ്പിൾ ആണെങ്കിൽ അതിൻ്റെ കൂടെ വുഡ് പ്ലസ്, അവിടെ വില്ലല്ല വരിക, വുഡ് പ്ലസ് വെർ. എനിക്ക് ലോട്ടറി അടിച്ചിരുന്നുവെങ്കിൽ ഞാൻ കുറെ ട്രാവൽ ചെയ്യുമായിരുന്നു. ഞാൻ ക്രിക്കറ്റ് കളിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ബോൾ ചെയ്തിരുന്നുവെങ്കിൽ അവന്റെ കുത്തിയിപ്പ് എടുക്കാമായിരുന്നു. ഇഫ് ദേ സോൾഡ് ദെയർ ഹൗസ്, അവരുടെ വീട് വിറ്റിരുന്നുവെങ്കിൽ ദേ വുഡ് ബി റിച്ച്, അവര് പണക്കാർ ആകുമായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ നമ്മുടെ ഇവിടെ എന്താ പറയുന്നേ? ടെക്സ്റ്റ് നോക്കിയേ, ടെക്സ്റ്റിലെ ഇഫ് ഐ വേർ യു ഐ വുഡന്റ് വെയിറ്റ് ഫോർ ദ ബസ്. അപ്പൊ അവരവിടെ പറയാണ്, അതിപ്പോ വുഡ് അല്ലെങ്കിൽ വുഡ് നോട്ട്. അപ്പോ ഇഫ് ഐ വേർ യു, അപ്പൊ തേർഡ് പേഴ്സൺ ഐ ആണ്. അപ്പോ ഐ വേർ യു, ഞാനായിരുന്നുവെങ്കിൽ ഐ വുഡ് നോട്ട്, അവിടെ ആണെങ്കിൽ വുഡ് എന്നുള്ളത് അവിടെ വുഡ് നോട്ട് വെയിറ്റ് ഫോർ ദ ബസ്, ഐ വുഡ് വാക്ക്, ഞാൻ നടക്കുമായിരുന്നു, അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യത്തില്ലായിരുന്നു. എടാ എബിൻ, വീഡിയോ ഓഫ് ചെയ്ത് വെച്ചോ നീ. എബിൻ മാത്രം വീഡിയോ ഓഫ് ചെയ്ത്. ബ്രഹ്മൻ വീഡിയോ ഓൺ ചെയ്യടാ.
ബ്രഹ്മൻ, ആദിത്യ SP, അമൃത, ആർഷ, ആർദ്ര, പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ലാത്ത എല്ലാരും വീഡിയോ ഓണാക്കി വെച്ച്. ആദിത്യ, ദിലീപ്, സാർ ആദിൽ. ആദിൽ. അല്ല, ആദിലിന് അവിടെ നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കാര്യം അവന്റെ പ്രോപ്പറായിട്ട് കണക്ട് ആയിട്ട് പോലും ഇല്ല. ഇപ്പൊ അവന് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നു എന്ന് തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ട്. അതാണ് അവസ്ഥ. അപ്പോ ഇത്തരത്തിലുള്ള ആ ഒരു സെന്റൻസ് ഇഫ് ക്ലോസിന്റെ അതൊരു പാസ്റ്റ് ഫോമിലാണെങ്കിൽ വുഡ് അല്ലെങ്കിൽ വുഡ് നോട്ട് ചേർക്കുക. ഇഫ് ഐ വേർ യു, ഇപ്പൊ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഐ വുഡ് നോട്ട് വെയിറ്റ്, ഞാൻ വെയിറ്റ് ചെയ്യില്ലായിരുന്നു ഫോർ ദ ബസ്. വുഡ് നോട്ട് വെയിറ്റ്, അവിടെ വുഡ് നോട്ട് പ്ലസ് വെർബ്, വെയിറ്റ് ഫോർ ദ ബസ്. വി ഡോണ്ട് ഹാവ് ടൈം. ഇഫ് വി വാക്ക്ഡ് ഇറ്റ് വുഡ് ടേക്ക് us an hour to reach there. അപ്പൊ അവിടെ അതുപോലെ തന്നെ നമ്മൾ നടന്നിരുന്നുവെങ്കിൽ ഇഫ് വി വാക്ക്ഡ്, നടന്നിരുന്നുവെങ്കിൽ 1 മണിക്കൂറെങ്കിലും എടുക്കുമായിരുന്നു അവിടെ എത്താനായിട്ട്. അപ്പോ ഇതാണ് ഫസ്റ്റ് ടൈപ്പ് കണ്ടീഷനും സെക്കൻഡ് ടൈപ്പ് കണ്ടീഷനിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. Let's choose 2 conditional sentences and compare them with the first type of conditional that you have already learned. First type conditional. If we walk, it will take us an hour to reach there. അപ്പൊ നോക്കി, ഈ നമുക്കിവിടെ തന്നിട്ടുണ്ടായിരുന്ന ഇഫ് വി വാക്ക് ഇറ്റ് വുഡ് ടേക്ക് us an hour to reach there. അപ്പോ അതിന് പകരം എന്താ ഇവിടെ ഫസ്റ്റ് ടൈപ്പ് ആയിരുന്നുവെങ്കിൽ എങ്ങനെ പറയുമായിരുന്നു? ഇഫ് വി വാക്ക് ഇറ്റ് വിൽ ടേക്ക് us an hour to reach there. നമ്മൾ നടന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോ നടന്നാൽ അതൊരു സിമ്പിൾ പ്രസന്റ് ആ ഒരു ഇതിലോട്ട് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും 1 മണിക്കൂർ എടുക്കും. പക്ഷെ സെക്കൻഡ് ടൈപ്പ് കണ്ടീഷൻ നോക്കിയേ, ഇഫ് വി വാക്ക്, ഞങ്ങൾ നടന്നിരുന്നുവെങ്കിൽ 1 മണിക്കൂറെങ്കിലും എടുക്കുമായിരുന്നു അവിടെ എത്താനായിട്ട്. മറ്റേത് പറയാണ്, ഇപ്പൊ ഞങ്ങൾ നടന്നാൽ 1 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. എന്തെങ്കിലും മനസ്സിലായോ? അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ല. വ്യത്യാസം നോക്ക്. ഇപ്പൊ മലയാളത്തിൽ ക്ലിയർ അല്ല. ഏതാണ് ഞാൻ പറയുന്ന ക്ലിയർ അല്ല എന്നാണോ? ഏത് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണോ? പറയുന്ന കേട്ടൂടാ. വ്യക്തമല്ല, ഇടയ്ക്ക് നടക്കുന്ന വ്യക്തമല്ല. ഓക്കെ, വെയിറ്റ്.